നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ട്രൂ ഗോസ്പൽ, യഥാർത്ഥ സുവിശേഷം. ഇത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഗൗരവമുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഈ അപ്പസ്തോലന്മാർ പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ യു വിൽ ബി കഴ്സ്ഡ് ബൈ ഗോഡ്. ബട്ട് ദി ഓപ്പോസിറ്റ്, ആ അപ്പസ്തോലന്മാർ പഠിപ്പിച്ച അതിനനുസരിച്ച് ജീവിച്ചാൽ യു വിൽ ബി ബ്ലെസ്ഡ് ബൈ ദി ലോർഡ്. അപ്പൊ ജീവനും അല്ലെങ്കിൽ അനുഗ്രഹവും ശാപവും തമ്മിലുള്ള വലിയൊരു ഡിസൈഡിങ് ഫാക്ടർ ട്രൂ ഗോസ്പൽ. നമുക്ക് ഗലാത്യ ലേഖനം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ട്രൂ ഗോസ്പലിൽ നിന്ന് വിട്ടുപോയി വിത്തിൻ എ ഷോർട്ടായി. ദുഃഖകരമാണ്. പൗലോസ് പറയുന്നത് ഇങ്ങനെ, ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ച ദൈവത്തെ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിന്റെ പുറകെ പോകുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. ട്രൂ ഗോസ്പലിൽ പോയേ പറ്റൂ. നാശം സംഭവിക്കാൻ പാടില്ല. ശാപം വാങ്ങിക്കാനല്ല, അനുഗ്രഹം വാങ്ങിക്കാനാണ് നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ വായിക്കുന്ന പോലെ നമ്മൾ ദൈവകോപത്തിന് പാത്രമാകാനല്ല, ക്രിസ്തു യേശുവിലൂടെ കോപത്തിൽ നിന്ന് വിടുതൽ രക്ഷ പ്രാപിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ട്രൂ ഗോസ്പൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അവിടെ ഗോസ്പലിനോട് കൂട്ടിച്ചേർത്തു. കാരണം ഭോഷരായിട്ടുള്ള ഗലാത്യര് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തെങ്കിലും ചെയ്തിട്ടാണോ, പാരാഫ്രൈസ് ചെയ്ത് പറയാം, എന്തെങ്കിലും ചെയ്തിട്ടാണോ, അത് വിശ്വാസത്തിന്റെ ശ്രവണം കൊണ്ട് മാത്രമാണോ? അപ്പൊ യു ഫൂളിഷ് ഗലേഷ്യൻസ്, ആരാണ് നിങ്ങൾക്ക് വിവിച്ചിട്ട് അല്ലെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? ഇങ്ങനെയെല്ലാം പറഞ്ഞു വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് അതിലൊരു കാര്യമാണ് ഇന്ന് ടുഡേ. ഇത് ഒത്തിരി ചിന്തിക്കാനുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവര് ഒരു കർമാനുഷ്ഠാനം ആഡ് ചെയ്തു. അപ്പം ഒരു ഡിഫറെന്റ് ഗോസ്പലായി. അത് ഫേറ്റൽ മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നെ ഫേറ്റൽ അല്ലാത്ത ഒത്തിരി മിസ്റ്റേക്കുകൾ അവർ ചെയ്തു. ദിവസങ്ങൾ ആചരിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ആചാരങ്ങൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പൗലോസ് പറയുവാണ്, അതിൽ 5:6 സെന്റൻസിൽ 5ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു വിളിച്ചത്, അതുകൊണ്ട് അടിമത്തത്തിന്റെ കീഴിലാകരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 6ാം സെന്റൻസിൽ പറയാം. ഒരു സെന്റൻസ് ചിന്തിക്കുന്നു. അപ്പൊ ഇതില് പരിച്ഛേദനം ഏൽക്കുകയോ ഏൽക്കാതിരിക്കുകയോ ചെയ്യുന്നത് ക്രിസ്തു യേശുവിൽ പ്രാധാന്യമുള്ളതല്ല. അതായത് ഒരു കർമ്മവും കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. കർമ്മവുമായിട്ടുള്ള ബന്ധത്തില് രക്ഷയെ നമുക്ക് ബന്ധിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ രക്ഷയും ഒരു കർമാനുഷ്ഠാനവുമായിട്ട് ബന്ധമില്ല. വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ പോൾ ഇവിടെ ഒരു കാര്യം പറയുകയാണ്, എങ്ങനെയുള്ള വിശ്വാസമാണ് രക്ഷിക്കുന്നത്? 6 പറയുകയാണ്, ചെയ്യുന്നത് ക്രിസ്തു യേശുവിൽ പ്രാധാന്യമുള്ളതല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസമാണ് പ്രധാനം. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം, ആ ലാസ്റ്റ് പാർട്ട് മാത്രം. ബട്ട് ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ്. കാരണം എല്ലാ ഫെയ്ത്തിനും നമ്മൾ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇഫ് ദി ഫെയ്ത്ത് ഈസ് നോട്ട് വർക്കിംഗ്, ഇറ്റ് വിൽ നോട്ട് സേവ് us. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അറിയാവുന്ന സ്ഥലമാണേലും വി ആർ ടു തിങ്ക്, ഇങ്ങനെ ഒരു വിശ്വാസത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചതാരാ? യാക്കോബ്. അപ്പൊ യാക്കോബിന്റെ ലേഖനം. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്ത് ചിന്തിക്കണം. അതായത് ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ്. കാരണം യാക്കോബിന്റെ ലേഖനം തലമുറകളിലൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്ന ഒരു ടോപ്പിക്കാണ്. കാരണം പൗലോസ് പഠിപ്പിച്ചു രക്ഷയ്ക്ക് കർമ്മവുമായിട്ടൊരു ബന്ധമില്ല. യാക്കോബ് അത് തന്നെയാണ് പഠിപ്പിച്ചത്, യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുകയാണ്. ഈ പൗലോസ് ഇത് തന്നെ പഠിപ്പിച്ചു. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ്. അത് തന്നെ യാക്കോബും പഠിപ്പിച്ചേ. 2:14 വായിക്കുമ്പോൾ, എൻ്റെ സഹോദരരെ, ഒരാൾ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്താണ് പ്രയോജനം? അയാളുടെ വിശ്വാസത്തിന് അയാളെ രക്ഷിക്കാൻ കഴിയുമോ? ചോദിച്ചതിന് ആൻസർ അതിൽ തന്നെയുണ്ട്. 2:14 ഒന്ന് വായിക്കും, ഇംഗ്ലീഷ് ഒന്ന് വായിക്കും. What does it profit, my brethren, if someone says he has faith but does not have works? Can faith save him? അതെ, അതായത് അങ്ങനെ ഒരു വിശ്വാസത്തിന്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കുന്ന എക്സാമ്പിളുകളൊക്കെ നമുക്കറിയാം. പിശാചിന്റെ എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ 19 ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. നല്ല കാര്യം. പിശാചികളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്, ഭയപ്പെട്ട് വിറയ്ക്കുന്നുമുണ്ട്. അല്ലയോ മൂഢ. നമ്മളവിടെ പോള് ബൈബിളിൽ ഒരു ഫ്രീക്വന്റ്ലി യൂസ്ഡ് വേർഡ് ഫൂളിഷ്. അതില് 20 ഇംഗ്ലീഷ് വായിക്കാം. But do you want to know, O foolish man? You foolish man. Galatians 3 നമ്മൾ വായിച്ചു, ഓ ഫൂളിഷ്. പ്രോവേർബ്സിൽ മുഴുവൻ ഫൂളിഷ് ആൻഡ് വൈസ്. അപ്പൊ ഈ ഫൂളിഷ് എന്നുള്ളതൊരു എന്താ പറയുന്നത്, യൂസ് ചെയ്യാൻ മടിക്കേണ്ട ഒരു വേർഡല്ല. കാരണം ഇതെല്ലാം സ്പിരിച്വൽ സെൻസിൽ ഉപയോഗിച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറഞ്ഞു യു ഫൂളിഷ്.
അല്ലയോ മൂഢ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വന്ധ്യമാണെന്ന് നിനക്ക് കാണണമെന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പിശാചും വിശ്വാസിയാണ്. എന്തെങ്കിലും വിശ്വസിക്കാത്ത ആരും തന്നെ ലോകത്തിലില്ല. നിരീശ്വരവാദികൾ വിശ്വാസികളാണ്, അവര് നിരീശ്വരവാദമാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതില് എങ്ങനെയെങ്കിലും ഉള്ളൊരു വിശ്വാസം വെച്ച് നമുക്ക് കർത്താവിന്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ നോർമലി അല്ലെങ്കിൽ യാക്കോബിന്റെ ഈ ലേഖനത്തിൽ നിന്ന് പ്രവൃത്തിയുള്ള വിശ്വാസത്തിന് എക്സാമ്പിൾ ആയിട്ട് പെട്ടെന്ന് ആൾക്കാർ പറയുന്ന രണ്ട് നമുക്കറിയാം. ഒന്ന് അബ്രാഹത്തെ സൈറ്റ് ചെയ്യും, പിന്നെ ഇവിടെ എഴുതിയേക്കുന്ന രണ്ട് എക്സാമ്പിൾ ആയിരിക്കാം, അതറിയില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. റാഹാബ്, അബ്രാഹിമിനെ റാഹാബിനെ സൈറ്റ് ചെയ്യും. ബട്ട് യാക്കോബ് ആദ്യം പറയുന്ന കാര്യം എന്താ? യാക്കോബ് അല്ല, അബ്രാഹം അല്ല, റാഹാബും അല്ല. യാക്കോബ് പ്രവൃത്തിയുള്ള വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് വാട്ട് ഈസ് ടെല്ലിങ്? 15 വേണ്ടത്ര വസ്ത്രമോ അനുദിന ആഹാരമോ ഇല്ലാതെ കഴിയുന്ന സഹോദരനോ സഹോദരിക്കോ അവരുടെ ശരീരത്തിന് വേണ്ടതൊന്നും കൊടുക്കാതെ അവരോട് സമാധാനത്തിൽ പോകുക, തണുപ്പകറ്റുക, വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്ന് നിങ്ങളിൽ ഒരാൾ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് പ്രയോജനം? അതിനാൽ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. അബ്രാഹത്തെ സൈറ്റ് ചെയ്തിട്ടുണ്ട്, റാഹാബിനെ സൈറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് വാട്ട് ഈസ് എക്സ്ക്ലൂസീവ്ലി മെന്റ് ഹിയർ? എന്താ? എല്ലാവർക്കും അറിയാം. എന്താ? പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യമാണ്. അതിനാൽ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണെന്ന് പറഞ്ഞേക്കുന്നത്, അതായത് ഭൗതിക സമ്പത്ത് കയ്യിലുണ്ടായിരിക്കെ ഭൗതികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് കണ്ണടയ്ക്കുന്ന പ്രവൃത്തി നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം രക്ഷ നൽകുന്ന വിശ്വാസമേ അല്ല. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ദെൻ പിന്നീട് അബ്രാഹത്തെ കുറിച്ചും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് അബ്രാഹത്തെ റാഹാബിനെയും പറഞ്ഞിരിക്കുന്നത്. ഹൗ? അബ്രാഹം ദരിദ്രരെ സഹായിച്ച കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്? റാഹാബ് ദരിദ്രരെ സഹായിച്ച കാര്യമാണോ? ദെൻ ഹൗ? വൈ? യാക്കോബ് അതിനുശേഷം ഈ സത്യത്തെ സാധൂകരിക്കാനായിട്ടാണ് ഡെഫിനറ്റ്ലി, കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിന് രക്ഷ നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 17ാം സെന്റൻസിൽ അതിനാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. അതിനു മുമ്പ് പറഞ്ഞത് മെറ്റീരിയൽ സമ്പത്ത് ഉണ്ടായിരിക്കെ ഫിസിക്കലി മുട്ടുന്ന ഒരാളെ കണ്ടിട്ട് കണ്ണടച്ചിട്ട് ആ ടോപ്പിക്ക് കൈകാര്യം ചെയ്യാതെ സമാധാനത്തിൽ പോവുക, തണുപ്പകറ്റുക, വയറ് നിറയെ ഭക്ഷണം കഴിക്കുക, നിനക്ക് ഇപ്പൊ ഇത്തിരി പെയിലാണല്ലോ, വിറ്റാമിൻ വാങ്ങിച്ചു കുടിക്കുക എന്നൊക്കെ പറയുന്ന ആ വിശ്വാസത്തിന്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് അബ്രാഹത്തെയും റാഹാബിനെയും പറഞ്ഞു. ഹൗ? ഈ സത്യത്തെ എങ്ങനെ ഇവരുടെ ഈ എക്സാമ്പിൾ കൊണ്ട് എങ്ങനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നു? ക്ലിയർലി എവിഡന്റ്. അതായത് നമ്മൾ അതിൻ്റെ ഒരു പെരിഫറൽ ആയിട്ടാണ് നമ്മൾ കാണുന്നുള്ളൂ. അബ്രാഹം ഇസ്ഹാക്കിനെ ബലി കഴിച്ചു. ഏറ്റവും സ്നേഹിച്ചതിനെ ത്യജിക്കാൻ തയ്യാറായി. That is what Lord is expecting from us in regard with helping others. അതായത് we are ready to forsake which is dear and near to us. ഈ സത്യത്തെ സാധൂകരിക്കാനാണ് ഇവിടെ യാക്കോബ് അബ്രാഹത്തെയും റാഹാബിനെയും കൊണ്ടുവന്നത്. ഏറ്റവും പ്രിയപ്പെട്ടത്, നമ്മൾ നോർമലി എല്ലാവരും പണത്തെ അല്ല അവനവന്റെ കംഫർട്ടിനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ അവനൊരു മക്കളെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ നോക്ക്, ഈ ശൗല് ദാവീദിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ വേട്ടയാടി നടന്നതിന്റെ വാട്ട് വാസ് ദി ഡ്രൈവിംഗ് ഫോഴ്സ്? എന്തായിരുന്നു പറയാം? എക്സാക്ട്ലി, മകനെ രാജാവാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. സെക്കൻഡ് സാമുവേൽ 20:31 വായിക്കുമ്പോൾ അല്ല, അതിന്റെ വർഷം തെറ്റിപ്പോയി, ഇനി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് അറിയാമോ? അതായത് ഇങ്ങനെ പറയുന്നത്, ഞാൻ പറയുന്ന വേർഡ് പറയാം. അതായത് ഇശായുടെ മകൻ അല്ലെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാൻ പറ്റത്തില്ല. മറന്നു. അപ്പൊ ഇതില് അത് ഞാൻ നോക്കണ്ട, അങ്ങനെ കിട്ടില്ല. കാര്യം ഇതാണ്. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ്, ഈ അബ്രാഹത്തിന് ഇസഹാക്കിനോടുള്ള സ്നേഹം പറയാം.
20:31. ഫസ്റ്റ് സാമുവൽ, സോറി, ഫസ്റ്റ് സാമുവൽ 20:31 എന്ന് വായിക്കാം. ഫസ്റ്റ് സാമുവൽ 20:31. ഇശ്ശായിയുടെ പുത്രൻ ഭൂമി ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീയും നിന്റെ രാജ്യത്തോ സുരക്ഷിതമായിരിക്കില്ല. അതുകൊണ്ട് അയാളെ ഉടനെ ആളയച്ച് എന്റെ അടുത്ത് വെക്കുക. അതെ, ഇശ്ശായിയുടെ മകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യോനാഥൻ ഇസ് നോട്ട് സേഫ്. അപ്പോ ഞാൻ പറഞ്ഞത്, അബ്രാഹം ഏറ്റവും പ്രിയപ്പെട്ടവൻ, ശൗലിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ യോനാഥനായിരുന്നു. അപ്പൊ യോനാഥനെ പ്രതിയാണ് അറിയാം ദൈവത്തിന് എഗൻസ്റ്റ് ആയിട്ട് സ്റ്റാൻഡ് എന്ന് അറിയാം. കാരണം മെനി ടൈംസ് ദാവീദിന്റെ ജെന്യൂൻനെസ് ദൈവം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ അബ്രാഹം ഇസ്ഹാക്കിനെ ബലി അയച്ചത് ഇറ്റ്സ് മോസ്റ്റ് അതിൽ ഡെമോൺസ്ട്രേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അൺസെൽഫിഷ്നെസ് ആണ്, അല്ലെങ്കിൽ വിട്ടുപേക്ഷിക്കാനുള്ള വില്ലിങ്നെസ്, സ്വന്തമായിട്ടുള്ളതിനെ ഉപേക്ഷിക്കാനുള്ള വില്ലിങ്നെസ്. റാഹാബ് ചാരന്മാരെ ഒളിപ്പിച്ചു വെച്ചു, റിസ്കിങ് ഹെയർ ലൈഫ്, അല്ലെങ്കിൽ സ്വന്തം ജീവൻ ത്യജിക്കാൻ അവള് വില്ലിങ് ആയി ദൈവത്തെ പ്രതി. ഇവിടെ മനുഷ്യന്, നമുക്ക് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആരും സ്വന്തം ജീവനെ, സ്വന്തം ശരീരത്തെ വെറുക്കാറില്ലല്ലോ. അപ്പൊ ഭാര്യയെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിട്ട് ആരും സ്വന്തം ശരീരത്തെ വെറുക്കാറില്ല. അതുകൊണ്ട് സ്വന്തം ശരീരം, ഭാര്യ സ്വന്തം ശരീരം ആയിരിക്കാൻ ഭാര്യയെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത പറയുന്നത്. അപ്പൊ ഇവിടെ കമ്മിങ് ബാക്ക് ടു, അപ്പൊ ഈ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നമ്മൾ രക്ഷിക്കില്ല എന്ന് പറഞ്ഞേക്കുന്നത് ഇൻ വൺ വേർഡ്, നമ്മുടെ മെറ്റീരിയൽ പ്രോപ്പർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള പ്രവൃത്തിയാണ് എക്സ്ക്ലൂസീവ്ലി. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അബ്രാഹത്തിന്റെയും റാഹാബിന്റെയും കാര്യം പറഞ്ഞേക്കുന്നത്. അല്ലാതെ അതിനകത്ത് നോക്ക്, മോസ്റ്റ്ലി നമ്മുടെ അറ്റൻഷൻ അബ്രാഹത്തിലേക്കും റാഹാബിലേക്കും പോകും. 5 വയസ്സ് ചെലവില്ലാത്ത എക്സാമ്പിളാണ്. എത്ര നേരം പ്രസംഗിച്ചാലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഏറ്റവും സ്നേഹിച്ച മോനെ ബലി കഴിച്ചു, അതൊന്നും അല്ല അവിടെ പഠിപ്പിക്കുന്ന കാര്യം. യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ മെറ്റീരിയൽ വെൽത്ത് സേസ് വെദർ യുവർ ഫെയ്ത്ത് ഈസ് സേവിങ് ഓർ നോട്ട്. നമ്മുടെ മെറ്റീരിയൽ വെൽത്തുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ ഇറ്റ്സ് എ ത്രൂ ഔട്ട് ദി ബൈബിള്. നമ്മൾ ഇത് എടുക്കുമ്പോൾ യാക്കോബിന്റെ കാര്യത്തിൽ ഇത് കണ്ടു. ദെൻ 1 John 3 എടുക്കുമ്പോൾ ഇത് തന്നെയാണോ അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതെന്നോ? നമ്മൾ വെറുതെ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. 1 John 3:16 തുടങ്ങി വായിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വായിക്കും. അവൻ നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചത് മൂലം സ്നേഹം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പൊ അവിടെ പറയുന്ന കാര്യം, സ്വജീവൻ, കർത്താവ് സ്വജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ചെന്ന് പറഞ്ഞേക്കുന്നത് കർത്താവ് നമുക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് ഹി വാസ് ലവിങ് ഹിസ് ലൈഫ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണം. കാരണം നമുക്ക് ഇപ്പൊ ആൾക്കാർ പറയും, നമുക്ക് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, ഈ മരിച്ചു പോകുന്നതല്ല എന്നൊക്കെ പറയുമെങ്കിൽ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു വന്നപ്പോൾ അവരെന്താ സന്തോഷിക്കുകയാണ് ചെയ്ത്? വിലാപം ആചരിച്ചെന്ന് എഴുതിയേക്കുന്നത്. സോ ഡെത്ത് ഈസ് എ സാഡ് ഇൻസിഡന്റ് ഫോർ എവരിബഡി. അപ്പൊ ഇവിടെ അവൻ ചെയ്തതിൽ നിന്നാണ് നമ്മൾ സ്നേഹം മനസ്സിലാക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചത് മൂലം സ്നേഹം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നു. അതുപോലെ നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യണം. സഹോദരർക്ക് വേണ്ടി അതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ സഹോദരർക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യണം. അപ്പോ കർത്താവിന്റെ സ്നേഹം ഡെമോൺസ്ട്രേറ്റ്, അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം. അവൻ നമുക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്തു, അതുകൊണ്ട് നമ്മൾ സഹോദരർക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യണം. അവിടെ അവസാനിച്ചിട്ടില്ല. ഹൗ? യോഹന്നാൻ പഠിപ്പിച്ചു 17ാം സെന്റൻസ്. സഹോദരനെ ജീവാർപ്പണം ചെയ്യണം. ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കും, സഹോദരനെ ആവശ്യക്കാരനായി കാണുകയും ചെയ്തിട്ട് അയാളുടെ നേരെ ഹൃദയം അടയ്ക്കുന്നവനിൽ എങ്ങനെ ദൈവസ്നേഹം കൂടിയുള്ളൂ? കുഞ്ഞുമക്കളെ, വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ അല്ല, പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നാം സ്നേഹിക്കേണ്ടത്. അപ്പൊ കർത്താവിൽ നിന്നാണ് നമ്മൾ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ജീവാർപ്പണം ചെയ്തു നമുക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് പറഞ്ഞേക്കുവാണ് അതുകൊണ്ട് നാമും സഹോദരർക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യണം. അപ്പൊ അത് വേണമെങ്കിൽ നമ്മൾ മരിക്കണം എന്നുള്ള രീതിയിൽ കൊണ്ട് അവസാനിപ്പിക്കാം. ബട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എഴുതി പറഞ്ഞിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾ. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ജീവാർപ്പണം ചെയ്യേണ്ടത്? മരിക്കണ കാര്യമല്ല പറഞ്ഞേക്കുന്നത്. ഇതിനകത്തുള്ള സാക്രിഫൈസ് ഇറ്റ്സ് എ വേ ഓഫ് ഡെത്ത് ടു സെൽഫ് ആണ്. അതുകൊണ്ട് എഴുതിയത്. കാരണം എന്തിനാ നമ്മൾ പൈസ സ്നേഹിക്കുന്നത്? പണത്തോട് ആർക്കും കറൻസിയോട് ഒരു സ്നേഹവും ഇല്ല. ഐദർ ഇറ്റ് വിൽ ഹെൽപ്പ് യുവർ ചിൽഡ്രൻ ഓർ യുവർ സെൽഫ്, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, മക്കളുടെ ഭാവി സ്വരൂപിക്കാൻ വേണ്ടി. ഇതിനുവേണ്ടി മനുഷ്യൻ സെൽഫിഷ് ആയിട്ട് കൊടുക്കേണ്ടതും കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നത് പലപ്പോഴും പിള്ളേരോടുള്ള സ്നേഹം കൊണ്ട്, അല്ലെ അവനവനോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞേക്കുവാണ് ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കുകയും. അപ്പോൾ യാക്കോബ്, യോഹന്നാൻ, പൗലോസ് എല്ലാം ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. അതായത്
faith which is working through love. ഈ സ്നേഹത്തിൽ നിന്ന് പ്രചോദിതമായിരിക്കണം. അപ്പൊ ഇതില് അവിടെ പ്രത്യേകം പറഞ്ഞേക്കുവാണ്, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കുകയും സഹോദരനെ ആവശ്യക്കാരനായി കാണുകയും ചെയ്തിട്ട് അയാളുടെ നേരെ ഹൃദയം അടയ്ക്കുന്നവനിൽ എങ്ങനെ ദൈവസ്നേഹം കുടികൊള്ളും? കുഞ്ഞുമക്കളെ വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ അല്ല, പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നാം സ്നേഹിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നോക്ക്, പ്രൊവേഴ്സി നമ്മൾ പറയാണ്, അതായത് ഒരു ആവശ്യക്കാരനെ കണ്ടിട്ട് പോയി നാളെ വരുമെന്ന് പറഞ്ഞ് ഒരിക്കലും പറഞ്ഞയക്കരുത്. പത്രോസ് പറയാണ്, നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ആര് കുറ്റം വിധിക്കും? അപ്പൊ ഇതില് ഇപ്പൊ നമ്മളൊരു വളരെ ഒരു നാരോ മൈൻഡഡ് വിതൗട്ട് മച്ച് സോഷ്യൽ കോണ്ടാക്ട് ജീവിച്ചാല് ആവശ്യക്കാരനെ ഒരിക്കലും കണ്ടെത്തില്ല. ഇല്ല, നമ്മൾ മേ ഓർ മേര ബീവി ഓർ മേര ബച്ച, ഇതിന് പുറത്തേക്ക് ആരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ നമുക്ക് ആവശ്യക്കാരൻ നമ്മുടെ കൺമുമ്പിൽ കണ്ടെത്തില്ല. സെയിം ടൈം ആസ് എ ഗുഡ് ക്രിസ്ത്യൻ we are to be in search of people who are in need of. അതാ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ അവിടെ എഴുതിയേക്കുവാണ്, അപ്പൊ ഇവിടെ 3 അപ്പസ്തലന്മാർ പഠിപ്പിച്ച്, കർത്താവ് പഠിപ്പിച്ചാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഇത് അവസാനത്തെ വലിയ ജഡ്ജ്മെന്റ്, അതിന് ഒത്തിരി ദൈവശാസ്ത്രമൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും കർത്താവിന്റെ ഹൃദയം അത്. അതായത് ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഞാൻ ഭക്ഷണം ഇല്ലാത്തവനായിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. അനാഥനായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. അപ്പൊ അവർ ചോദിക്കുന്നില്ലേ, നീ എപ്പോഴാ ഭക്ഷണം ഇല്ലാത്തവനെ? അതായത് അതിൽ നിന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരികെ കിട്ടും, അല്ലെ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണെങ്കിൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് അറിഞ്ഞില്ല, കർത്താവ് വിസിറ്റ് ചെയ്ത് അറിഞ്ഞില്ല. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നത്, തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യുവിൻ. കാരണം തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചുങ്കക്കാർ പോലും ചെയ്യും, എല്ലാവരും ചെയ്യും. അപ്പൊ ഇതില് then coming to Old Testament ടീച്ചിങ്സ് എടുത്താല് അറിയാവുന്ന സ്ഥലങ്ങളാ, എങ്കിലും ഡ്യൂട്ടോമി 15 അതിന്റെ 7 തുടങ്ങി വായിക്കാം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ഏതെങ്കിലും പട്ടണത്തിൽ നിന്റെ ഒരു സഹോദരൻ ദരിദ്രനായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ ആ ദരിദ്ര സഹോദരന് വേണ്ടി കൈ അയക്കാൻ മടിക്കുകയോ അരുത്. മറിച്ച് അയാളുടെ ആവശ്യത്തിന് വേണ്ടത് എന്തായാലും അത് നീ കൈ അയച്ച് കടമായി കൊടുക്കണം. ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഹീന ചിന്തകൾ ഉണ്ടായി മോചന വത്സരമായ 7-ാം വത്സരം അടുത്തിരിക്കുന്നു എന്ന് നീ പറയും. നിന്റെ ദരിദ്ര സഹോദരന് വിപരീതമായിരിക്കും നിന്റെ ദൃഷ്ടി, നീ അയാൾക്ക് ഒന്നും നൽകുകയില്ല. അപ്പോൾ അയാൾ കർത്താവിനോട് നിലവിളിക്കും, അത് നിന്നിൽ പാപമായി തീരുകയും ചെയ്യും. നീ അയാൾക്ക് ഉദാരമായി കൊടുക്കണം, മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കരുത് നീ കൊടുക്കുന്നത്. നീ അയാൾക്ക് ഉദാരമായി കൊടുക്കണം, മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കരുത് നീ കൊടുക്കുന്നത്. ഇത് നിമിത്തം നിന്നെ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ സംരംഭങ്ങളിലും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. ദേശത്ത് ദരിദ്രൻ ഒരിക്കലും ഇല്ലാതാകുകയില്ല. അതുകൊണ്ട് ദേശത്തിലെ ആവശ്യക്കാരനും ദരിദ്രനുമായ നിന്റെ സഹോദരനെ നീ കൈ തുറന്ന് സഹായിക്കണം എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ ഇത് ഐ സജസ്റ്റ് എന്നല്ല, ഐ കമാൻഡ്. കമാൻഡർ കമാൻഡ് ചെയ്താല് ആ പ്രജകള് അനുസരിച്ചേ പറ്റൂ. ആൻഡ് കമാൻഡ്മെന്റിന്റെ ഒരു ഡെഫിനിഷനാണ് ഇഫ് വയലേറ്റഡ് ദർ ഇസ് എ കൺസിക്വൻസ്. അപ്പൊ ഇതില് നീ അയാൾക്ക് ഉദാരമായി കൊടുക്കണം, മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കരുത് നീ കൊടുക്കുന്നത്. ശരി, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ അതുകൊണ്ട് കൊടുക്കണം. നോക്ക്, സന്മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. കൊറിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് സന്മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. അപ്പൊ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, സന്മനസ്സില്ലാതെ കൊടുത്താൽ, നമ്മൾ യാക്കോബ് ഒരു സ്ഥലത്ത് പറയുന്നില്ല, യാക്കോബിന് അമ്മ പറഞ്ഞു നീ രോമമുള്ള ഇതൊക്കെ ഇട്ട് പോയി നീ അനുഗ്രഹം യാചിക്കണം. അപ്പം യാക്കോബിന് ഇത്തിരി ബുദ്ധി തോന്നി, ഇതൊക്കെ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ അനുഗ്രഹത്തിന് പകരം ശാപമാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം അല്ല കൊടുക്കുന്നെങ്കിൽ ചിലപ്പോൾ അത് നാശമായിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ സപ്പോസ് നമ്മുടെ പലർക്കും പല ഹൃദയാവസ്ഥയാ അല്ലെ. സോളമനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ഹിസ് ഹാവിങ് എ ജനറസ് ഹാർട്ട്. കടൽ തീരത്തെ മണൽപ്പരപ്പ് പോലെ വിശാല ഹൃദയമുള്ളവനായിരുന്നു സോളമൻ. അപ്പൊ നമുക്ക് കൊടുക്കാൻ മനസ്സിൽ എന്ത് ചെയ്യണം? കൊടുക്കരുത്. കർത്താവിനോട് പ്രാർത്ഥിച്ചാലേ ഒരാള് എന്നോട് പറഞ്ഞിട്ട് എന്താണ് ആ കൃപ എനിക്ക് ദൈവം തന്നിട്ടില്ല. അതായത് എന്ന് പറഞ്ഞേക്കുന്ന പോലെ കൊടുക്കാനുള്ള ഒരു വര അല്ലേ? എവിടെ എഴുതിയിരിക്കുന്നത് കൊടുക്കാനുള്ള വരത്തെ കുറിച്ച്? അതെ, റോമൻസിൽ എഴുതിയിരിക്കുന്ന കൊടുക്കാനുള്ള ഒരു വരമാണ്.
അപ്പൊ ഈ വരയില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഈ പിരിവിനൊക്കെ വരുമ്പോഴേ 1 രൂപ 1.5 രൂപ കൊടുക്കുക. പക്ഷെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഷിപ്പിക്ക് വെരി എന്താ പറയുന്നത്, മനസ്കനായി തീർന്ന ആള്. അപ്പോ എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഉദാര മനസ്കൻ എന്താവുന്ന പറഞ്ഞേക്കുന്നത്? ഉദാര മനസ്കൻ എവിടെ എഴുതിയേക്കുന്നു? ഉദാര മനസ്കനെ കുറിച്ച് Proverbs 11 verse 24 and 25 വായിക്കുമ്പോൾ നമുക്ക് നമ്മൾ പലതും അവൻ നമ്മെ സ്നേഹിച്ചു, അതിൽ നിന്ന് നമ്മൾ സ്നേഹം മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി യോഹന്നാൻ പഠിപ്പിച്ചേക്കുന്നത് ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിക്കാം 24-25. ഒരുവൻ ലോകമില്ലാതെ കൊടുക്കുന്നു, എന്നിട്ടും കൂടുതൽ ധനികനാകുന്നു. മറ്റൊരാളോ കൊടുക്കേണ്ടത് പിടിച്ചു വയ്ക്കുന്നു, എന്നിട്ട് ഇല്ലായ്മ തന്നെ. ഉദാഹരണമായ മനുഷ്യൻ സമ്പന്നനാകുന്നു. വെള്ളം ഒഴുക്കുന്നവനെ വെള്ളം കിട്ടും. അതെ, അപ്പൊ നമ്മൾ കൊടുക്കേണ്ടതും കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ദാറ്റ് ഈസ് വി ആർ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. കൊടുക്കേണ്ടതും കൊടുക്കാതിരുന്നിട്ടുണ്ടോ? കാരണം കൊടുക്കുന്നതിന് അതിലില്ല. അറ്റ് ദി സെയിം ടൈം ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൊടുക്കലുണ്ട്, ഇല്ലേ? ഓരോരുത്തരെയും ആ പോയിന്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും? ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്, കാരണം അതിൽ കൂടുതൽ കൊടുത്ത ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. എപ്പോഴും ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ, ഞാനത് റീസെന്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ എക്സ്പെക്ടേഷനേക്കാൾ ഒരളവ് കൂടി മുമ്പോട്ട് പോകാനുള്ള കൃപ ദൈവം തരുന്നത് ഇൻ ഓൾ ദി ഫീൽഡ്സ്, എല്ലാ ഫീൽഡിലും. കാരണം ദൈവത്തിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് എല്ലാവരെ കുറിച്ചും. എന്നെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കില്ല ജിജോയെ കുറിച്ചുള്ളതായിരിക്കില്ല, ആരിനെ കുറിച്ച്, എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ദൈവത്തിനൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഒരു ബെഞ്ച് മാർക്കിംഗ് ഉണ്ട്. അതിന്റെ താഴെ നമ്മൾ പോയാൽ നമ്മൾ ദൈവമായിട്ട് കോൺഫ്രണ്ടേഷൻ ആയിരിക്കും എപ്പോഴും. അപ്പൊ ഇവിടെ ഈ സഹോദരനെ ഡ്യൂട്രോമി 15 പറയുന്ന ആവശ്യക്കാരനായിട്ടുള്ള സഹോദരനെ എങ്ങനെ സഹായിക്കണം? ഉദാര മനസ്സോടെ സഹായിക്കണം, അല്ല മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കരുത്. പലപ്പോഴും ആൾക്കാർക്ക് കൊടുക്കാൻ മടിയാ. കിട്ടുന്ന കാര്യത്തിലോ കൊടുക്കാനുള്ള കാര്യം വരുമ്പോൾ ഇത് തട്ടിപ്പുകാരനാണോ, ഇത് വഞ്ചിക്കോ, കള്ളത്തിലാണോ, പ്രാർത്ഥിക്കും 25 തവണ പ്രാർത്ഥിക്കും, ഇത് ശരിയാണ്. എന്തെങ്കിലും കിട്ടുന്ന കാര്യം വരുമ്പോഴോ കർത്താവ് ദൈവം കൊണ്ടുവരുന്നതാണോ, ദൈവം ആഗ്രഹിക്കാത്തതാണോ വരുന്നതെന്ന് ചോദിക്കാറുണ്ടോ? നോ, കുഴപ്പമില്ല. ദിസ് വൺ സൈഡ് ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ. ബട്ട് അങ്ങോട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഉത്സാഹികളായിരിക്കും. കൊടുക്കുന്നത് നമ്മൾ ചെറിയ സ്പൂണിൽ അളന്ന് കൊടുക്കും, കിട്ടുന്നത് വലുതി കിട്ടണം എന്ന് ആഗ്രഹം. നമ്മൾ കർത്താവ് എന്താ പറഞ്ഞേ? അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ലൂക്ക് 6:38 വായിക്കുമ്പോൾ എന്നാൽ നൽകുക, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കുലുക്കി നിറഞ്ഞു കവിയുന്ന നല്ല അളവിൽ നിങ്ങളുടെ മടിയിലേക്ക് അളന്നു കൊടുക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾക്കും അളന്ന് തിരികെ കിട്ടും. അതെ, അപ്പൊ നമ്മള് കൊടുക്കുന്ന കാര്യത്തിൽ ഇത്തിരി മൈസർലി ആന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഭയങ്കര നാരോ ഇതായിട്ട് വരുള്ളൂ. അളന്നു കൊടുക്കുന്ന ആവശ്യം നമ്മൾ കൊടുക്കുന്ന കാര്യത്തിൽ ബി ലാവിഷ്. നമ്മൾ എത്ര ലാവിഷ് ആയിരിക്കുന്നോ ദൈവത്തെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ബൈബിൾ സേസ് 1917 വായിക്കുമ്പോൾ, ഏത് 1917 വായിക്കുമ്പോൾ ദരിദ്രനോട് കരുണയുള്ളവൻ കർത്താവിന് കടം കൊടുക്കുന്നു, കർത്താവ് ആ പ്രവൃത്തിക്ക് പ്രതിഫലം നൽകും. ആലോചിച്ച്, കർത്താവ് റിവാർഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് റിവാർഡ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രശ്നം ലോകത്തിൽ ഉണ്ടാവും? നെവർ. ഈ 27 വായിക്കുമ്പോൾ Proverbs തന്നെ 27 ഇതതിന്റെ വാഗ്ദത്തം. കൊടുക്കുന്നവന് ഇല്ലായ്മ വരില്ല, ദരിദ്രന് നേരെ കണ്ണടയ്ക്കുന്നവനോ ഏറെ പാപമുണ്ടാകും. അതെ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി, ഇതുകൊണ്ട് മാത്രമാണ് അതിലൊന്നും പറയാൻ പറ്റത്തില്ല. ദരിദ്രന് കൊടുക്കുന്നവന് ഇല്ലായ്മ വരില്ല. പറഞ്ഞിരിക്കുന്ന ആളാരാ? അപ്പൊ നമ്മൾ നോക്കി, ഇറസ്പെക്റ്റീവ് ഓഫ് അവർ റിസോഴ്സ്, നമ്മൾ നമ്മുടെ തന്നെ പല നീഡ്സിനെ മറന്നിട്ട് ദരിദ്രരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവിന് കടം കൊടുക്കുക. കർത്താവിന് കടം കൊടുക്കുന്നത് ആ കൊടുത്ത എമൗണ്ട് തിരികെ തരുമല്ല ചെയ്യുന്നത്, കർത്താവ് നീഡ് അനുസരിച്ചാണ് തിരികെ തരുന്നത്. അതുകൊണ്ട് എൻ്റേതെല്ലാം നിൻ്റേത്, നിൻ്റേതെല്ലാം എൻ്റേത്. അപ്പം നമ്മൾ ദരിദ്രന് കൊടുക്കുന്നത് കർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഒരു മെഷർമെന്റ് ആയിട്ട് എടുത്തേക്കുന്നത്. കാരണം
ദരിദ്രന് കൊടുക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുന്നവൻ അല്ലെ. എന്നിട്ട് എഴുതിയേക്കുവാണ്, ദരിദ്രന് കൊടുക്കുന്നവന് ഇല്ലായ്മ വരില്ല, ദരിദ്രന്റെ നേരെ കണ്ണടയ്ക്കുന്നവനും വേറെ ശാപം ഉണ്ടാവും. ആലോചിച്ച് വെക്കും, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ശാപം വാങ്ങിച്ചു വെക്കാൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് ബ്ലെസ്സിങ് യു ക്യാൻ യൂസ് യുവർ മണി ടു ബ്രിങ് കഴ്സ് ടു യുവർ ലൈഫ്. കാരണം അവിടെ നമ്മൾ വായിച്ചു, കൊടുക്കേണ്ടതും പിടിച്ചു വെക്കുന്നു. കാരണം ഈ 29:7 പ്രൊവേർബ്സ് തന്നെ 29:7 വായിക്കപ്പെട്ടു. ധർമ്മിഷ്ഠൻ ദരിദ്രന്റെ അവകാശങ്ങൾ അറിയുന്നു, ദുഷ്ടൻ ആ അറിവ് ഉൾക്കൊള്ളുന്നില്ല. ഇംഗ്ലീഷ് വായിക്കാം. The righteous considers the cause of the poor, but the wicked does not understand such knowledge. ഇതിനകത്ത് ദരിദ്രന് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്, ദരിദ്രന്റെ ഇറ്റ് ഈസ് ദെയർ റൈറ്റ്. കാരണം നമ്മുടെ അല്ലാതെ നമ്മൾ കൊടുത്ത് പാവപ്പെട്ടവർ കൊടുത്ത് നമ്മൾ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ. പൗലോസ് പറയുന്നില്ലേ, ഞാൻ ഗ്രീക്കുകാരോടും എല്ലാരോടും കടക്കാരനാ. നമ്മൾ ദരിദ്രന് കൊടുക്കുമ്പോൾ കടം വീട്ടു ചെയ്യുന്നത്. കാരണം കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക. എന്തിനു വേണ്ടി ഏൽപ്പിച്ചേക്കുന്ന? പലപ്പോഴും എങ്ങനെയല്ലേ ആൾക്കാർ, ഞാൻ കേട്ടിട്ടുണ്ട് പല സുവിശേഷ പ്രവർത്തകരും ഈ കേട്ടേക്കുന്ന ആരെയും മനസ്സിൽ വിചാരിക്കാനല്ല, ഈ ഗൾഫിൽ പോകും പ്രസംഗിക്കാൻ, ഏതെങ്കിലും സഭകൾ അയക്കുന്ന, അവിടെ ചെന്ന് കുറെ പൈസ എല്ലാം കിട്ടി കഴിയുമ്പോൾ തിരികെ വന്ന് ആക്ച്വലി ദേ ആർ സപ്പോസ് ടു ബ്രിങ് ടു ദി ചർച്ച് ഹും വാസ് സെൻഡ് ബൈ അവരെ അയച്ച സഭയിലേക്ക് വരേണ്ടതാ, കൊടുക്കേണ്ടതാ. അപ്പൊ ഇവര് തിരികെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ഫണ്ട് കൂടുതലാണ്, ഇവർ സ്വതന്ത്ര പ്രവർത്തനം തുടങ്ങും. നമുക്ക് സെയിം വേ പലപ്പോഴും ദൈവം നമ്മുടെ ഈ തന്നേക്കുന്നത് അവരുടെ കയ്യിൽ പൈസ കിട്ടി ഇവിടുത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞായിരിക്കും, പക്ഷെ അവർ വേറെ പർപ്പസിന് യൂസ് ചെയ്യുന്ന. സെയിം വേ നമ്മുടെ കയ്യിൽ ദൈവം തന്നേക്കുന്ന പൈസ ഒരു പർപ്പസിനാണ് തന്നേക്കുന്നത്. അതിനകത്ത് ഡെഫിനറ്റ്ലി ഒരു എമൗണ്ട് ദരിദ്രർക്ക് കൊടുക്കാനായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് കൊടുക്കില്ല. കാരണം ദരിദ്രന്റെ അവകാശങ്ങളല്ല. നമ്മൾ ദരിദ്രർക്ക് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൂട്ട് ചെയ്ത് വാങ്ങിച്ചു വെക്കുക. See, if you are going to law, ഈ Deuteronomy 24 എടുക്കുമ്പോൾ ഒന്ന് വായിക്കാം. 24:19 തുടങ്ങി വായിക്കുമ്പോൾ, നീ നിന്റെ വയലിൽ വിളവെടുക്കുമ്പോൾ വയലിൽ ഒരു കറ്റ മറന്നുപോയാൽ അത് എടുക്കാൻ തിരികെ പോകരുത്. പ്രവാസിക്കോ അനാഥനോ വിധവയ്ക്കോ ഉള്ളതാണത്. അപ്പോൾ തന്നെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ പ്രയത്നങ്ങളും നിന്നെ അനുഗ്രഹിക്കും. നീ ഒരു വൃക്ഷങ്ങളുടെ ഫലം ശേഖരിക്കുമ്പോൾ അതിന്റെ ശേഖരങ്ങൾ ആവർത്തിച്ച് പരിശോധിക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. നിന്റെ മുതിരത്തോട്ടത്തിലെ പഴങ്ങൾ ശേഖരിക്കുമ്പോൾ കാല പെറുക്കരുത്. അത് പ്രവാസിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ്. ഈജിപ്ത് ദേശത്ത് നീ അടിമയായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. There is a reason we are in sin. We are in Egypt. We are all. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ നിന്നോട് ആജ്ഞാപിച്ചത്. നമ്മളിങ്ങനെയാ ഇങ്ങനെ കാലാ പെറുക്കുന്നവരാണോ? നമുക്കിപ്പോൾ ഒലുവില്ല, മുന്തിരിയില്ല, ഇതൊന്നുമില്ല. ബട്ട് പൈസയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അല്ലെ ഇപ്പൊ ഭാര്യയുടെ കയ്യിൽ $25 കൊടുത്തു, ഒരു $20 ആവശ്യമുള്ളതായിരുന്നു, അല്ലെ മക്കളുടെ കയ്യിൽ കൊടുത്തു, പിന്നെ $2 ബാക്കി ഉണ്ടായിരുന്നില്ല, അത് നീ എവിടെയാ വെച്ച്? ഇതാ കാല പെറുക്കുന്നത്. ആ $2 ബാക്കി ഉണ്ടായിരുന്നല്ലോ, $1.50 50 സെന്റ് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അതെവിടെ പോയി? അല്ലെങ്കിൽ $13 ആവശ്യത്തിന് നീ $15 കൊണ്ടാണല്ലോ പോയത്, ആ $2 എവിടെ പോയി? ഇതാ കാല പെറുക്കുന്നത്. ഇങ്ങനെ കാല പെറുക്കുന്നവരാണോ അതെയോ ഉദാര മനസ്കരാണോ? അതുകൊണ്ട് പിള്ളേരെ മോണിറ്റർ ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സോ ഇങ്ങനെ കാല പെറുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? മൈസർലി, ഈ മൈസർലി എന്നുള്ളതേ, ആ മൈസർ എന്നുള്ളതിന്റെ അവസാനം ഒരു വൈകിട്ട് എന്താ? ഈ മൈസറിന്റെ കൂടെയുള്ള മിസറീസ്. മൈസറിന്റെ കൂടെ എന്തുണ്ട്? ഈ വൈ കൂടെ ഉണ്ട്. കൂടെ വൈ എന്ന് പറഞ്ഞ യു. അപ്പോ ഈ മൈസറിന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു സാധനം എന്താ? മിസറീസ് കൂടെ ഉണ്ട്. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം, പിശുക്കന്മാരുടെ കൂടെ ദൈവം ഇല്ല. നോ, നെവർ, ഇറ്റ് കനോട്ട് ബി. കാരണം കർത്താവിന്റെ കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, തുറന്ന കയ്യ. അത് കുഞ്ഞു കൊച്ചുണ്ടാകുമ്പോ കൈ എങ്ങനെ ഇരിക്കുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നു. സോ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ ഉദാര മനസ്കനായിട്ട് മാറണം. ഈ മുഷ്ടി ഇങ്ങനെ ചുരുണ്ടതായിരിക്കരുത്. അപ്പൊ ഇവിടെ കാല പറക്കരുത് നിയമത്തിൽ എഴുതി. കാരണം അത്
ലെറ്റ് ഇറ്റ് ബി ഫോർ ദി പുവർ. ദൈവം പറഞ്ഞ നീ വീണ്ടും പോയിട്ട് ഒരു ഒലിവിന്റെ ഒരു കായുണ്ട്, ഒരു മുന്തിരി വീണ് കിടക്കുന്നുണ്ട്. നോ, ഷുഡ് നോട്ട് ബി മൈസർലി. അല്ല, കണ്ടിട്ടില്ലേ? ഞാൻ ആരും ഉദ്ദേശിച്ച് പറയുന്നതല്ല. അവിടെ എന്താ പറയുക, ക്യാരറ്റിന് 2 സെന്റ് കുറവാ. അതുകൊണ്ട് 20 കിലോമീറ്റർ ഓടിച്ചു പോവാ 2 സെന്റ് കുറവുള്ള സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് 3 സെന്റ് കുറവുണ്ട്, വേറെ സ്ഥലത്ത് 4 സെന്റ്. ഇത് ഒരു ലൈഫ് ടൈമിൽ എത്രയായിരിക്കും സേവിങ് എന്ന് പറയാം? അതെ, അത് 50 വർഷത്തെ സേവിങ് $100. ഇതിനൊക്കെയാണ് എന്താ പറയുന്നത്, അതിലൊന്നോ മലയാളം പറയാമെന്ന് നല്ല ഒരു സഭ്യമായിട്ടുള്ള ഭാഷ പറഞ്ഞ പന്നത്തരം എന്ന് പറയാൻ പറ്റും. അതായത് ഒരു വെർച്വസ് അല്ലാത്ത ക്യാരക്ടേഴ്സ്, കുലീനത്വം ഇല്ലാത്ത ക്യാരക്ടേഴ്സ്. അല്ലെ, ഇതുകൊണ്ടൊന്നും നേടാനില്ല. 4 സെന്റ് കിട്ടി, അല്ലെ ഒരു ദിവസം $5 ലാഭം. അതേ പോലെ ലൈഫ് ടൈം സേവിങ്, ഐ ക്യാൻ ഗ്യാരണ്ടി യു ഇറ്റ് വിൽ ബി ലെസ് ദാൻ $1,000. അതിന്റെ പേരിൽ നെഞ്ചുരുക്കം. ഒരു സാധനം വാങ്ങിച്ച് അല്ലെങ്കിൽ $15 ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് കഴിയുമ്പോൾ ഒരാൾ പറയാം അത് Kmartൽ $13 കിട്ടും. അയ്യോ, $2 പോയി. ഇറ്റ് ഷോസ് യുവർ ക്യാരക്ടർ. അല്ലാതെ ഈ $2 വന്നാൽ വീട് കരി പിടിക്കാൻ പോകുന്നുണ്ട്, ഒന്നുമില്ല. നമ്മൾ വേറൊരു സ്ഥലത്ത് വായിക്കുന്നുണ്ട്, എന്താ ഓട്ടസഞ്ചിയിൽ അത് ശേഖരിച്ചതല്ലേ? എവിടെയാ? സംവേർ ഇൻ ബൈബിൾ എവിടെ ഉണ്ടായിരുന്നു? ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ഹബക്കൂക്ക്, ഹഗായി, ഐ തിങ്ക് ഹഗായി. ഹഗായി ചാപ്റ്റർ 1. വായിക്കാം. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യും, നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയെന്ന് ആലോചിക്കുക. നിങ്ങൾ ധാരാളം വിതച്ചു, അല്പം കുഴിച്ചു. നിങ്ങൾ ഭക്ഷിക്കുന്നു എങ്കിലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ കുടിക്കുന്നു എങ്കിലും നിറയുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു എങ്കിലും കുളിരുമാറുന്നില്ല. കൂലി വാങ്ങുന്നവൻ അത് തുളകളുള്ള സഞ്ചിയിലാണ് ഇടുന്നത്. അപ്പൊ ഇത് ഒത്തിരി കൊണ്ട് ഇടുന്നുണ്ട് സഞ്ചിയില്. പക്ഷെ ഈ സഞ്ചിയുടെ അടിയിൽ ഓട്ടമുള്ള കാര്യം അറിയുന്നില്ല. അവസാനം സഞ്ചി കൈ ഇടുമ്പോഴോ, അവസാനം സഞ്ചി കൈയിട്ട് നോക്കുമ്പോ ഒന്നുമില്ല. നോക്ക്, you forget about your needs, give your attention to the Lord will take care of us. നമ്മുടെ അത് പോയി ഇത് പോയി, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധനം. ഞാൻ ഇവിടെ ആൾക്കാർ ഇവിടെ നിന്ന് ഇന്ത്യയിൽ പോയിട്ട് ഇന്ത്യയിൽ നിന്ന് ഫോൺ ചെയ്ത് ആളോട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ വീടിന്റെ വാതിൽ അടഞ്ഞാണോ കിടക്കുന്നതെന്ന് പോയി ഒന്ന് നോക്കിയിട്ട് വരണം. They are all believers. Where they are trusting, whom they are trusting. Exodus 34:24 വായിക്കുമ്പോൾ ഇവിടെ നോക്കി, ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് മറ്റു ദേശക്കാരെ ഓടിച്ച് നിന്റെ അതിർത്തികൾ വിസ്തൃതമാക്കും. വത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ പോകുമ്പോൾ ഒരാളും നിന്റെ ദേശം മോഹിക്കുകയില്ല. ഒരാളും നിന്റെ ദേശം മോഹിക്കുകയില്ല. ഗ്ലാസ് വിൻഡോയുടെ പുറത്തൊരു ഫോൾഡിങ് ഷട്ടറിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം. യു ഹാവ് ടു തിങ്ക്. ഒരു ഗ്ലാസ് ഇട്ടു, സർപ്രൈസ് ടു സീ. അതുകൊണ്ട് വാതിൽ പൂട്ടണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നേ. നോക്ക്, നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ ഓലപ്പെരകൾക്ക് ഒരു ഓല കൊണ്ടുള്ള ഒരു വാതിൽ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനകത്ത് ആൾക്കാർ കയറാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ? സോ ഇറ്റ്സ് എ സ്റ്റോപ്പർ, ഇറ്റ്സ് എ സ്റ്റോപ്പിംഗ് സൈൻ. ദാറ്റ് യു ഹാവ് ടു ഡു, ബട്ട് പ്രൊട്ടക്ഷൻ ഷുഡ് കം ഫ്രം ദി ലോർഡ്. ഇറ്റ്സ് എ ഗ്യാരണ്ടി. അതായത് നീ നിന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആരും ആ ദേശം മോഹിക്കില്ല. എന്താ എഴുതിയിരിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീ പോകുമ്പോൾ ഒരാളും നിന്റെ ദേശം മോഹിക്കില്ല, ഒരു കള്ളനും നിന്റെ വീട്ടിൽ കയറില്ല. നോക്ക്, എന്താ വിശ്വാസം എന്ന് പറയുന്നത്? എന്താ വിശ്വാസം എന്ന് പറയുന്നത്? ഈ ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്നതാണോ? അതെയോ ഞാൻ 100 ദൈവം 100? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, ബട്ട് പ്രൊട്ടക്ഷൻ കംസ് ഫ്രം ദി ലോർഡ്. കർത്താവ് കാക്കുന്നില്ലെങ്കിൽ, ഈ സങ്കീർത്തനം പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത്. പോയി കഴിയുമ്പോ ഒരു സംശയം, വാതിലിന്റെ പുറകിലത്തെ ഒരു വാതിൽ തുറന്നാണോ കിടക്കുന്നതെന്നൊരു സംശയം. അതുകൊണ്ട് അത് പോയി ഒന്ന് എൻഷുർ ചെയ്യണം. യു ഹാവ് ടു ലീവ് ബൈ ഫെയ്ത്ത്. അപ്പൊ ഇവിടെ ഈ 1 Corinthians 16 എടുക്കുമ്പോൾ
വായിക്കാം. 16 സ്റ്റാർട്ടിങ്ങില് വിശുദ്ധർ വായിച്ചു. വായിക്കും. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരണത്തെ പറ്റി ഗലാത്യയിലെ ചെറിയൊരു സ്റ്റോപ്പറൊക്കെ ഉണ്ട് അതിനിടയിൽ. വായിക്കും. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരണത്തെ പറ്റി ഗലാത്യയിലെ സഭകൾക്ക് ഞാൻ നൽകിയ നിർദ്ദേശം നിങ്ങളും അനുസരിക്കുക. ഓരോ ആഴ്ചയുടെ 1-ാം ദിവസം ഓരോരുത്തരും തങ്ങളുടെ കഴിവനുസരിച്ച് എന്തെങ്കിലും നീക്കിവെച്ച് അത് സമർപ്പിക്കുക. അങ്ങനെ ആയാൽ ഞാൻ വരുമ്പോൾ ധർമ്മശേഖരം നടത്തേണ്ടി വരില്ല. ഞാൻ വരുമ്പോൾ ധർമ്മശേഖരം ജെറുസലേമിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളും എഴുത്തുമായി അയക്കാം. ഞാനും പോകുന്നത് നന്നെന്ന് തോന്നുന്നെങ്കിൽ അവരും. അപ്പൊ ഈ ജെറുസലേമിലേക്ക് അത് മനസ്സിലാണെങ്കിൽ റോമൻസ് 15:25-26 വായിക്കുമ്പോൾ ഈ പിരിവ് എന്തിനായിരുന്നു എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് വായിക്കട്ടെ. റോമൻസ് 15:25-26 എന്നാൽ വിശുദ്ധരെ സഹായിക്കാൻ ഞാൻ ഇപ്പോൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. കാരണം ജെറുസലേമിലെ വിശുദ്ധരിൽ ദരിദ്രരായവർക്ക് വേണ്ടി സംഭാവന നൽകാൻ മാഴ്സഡോണിയക്കാരും അഖായക്കാരും സന്മനസ് കാണിച്ചിരിക്കുന്നു. അതെ, അപ്പൊ ഈ മാസിഡോണിയക്കാരും അഖായക്കാരും ഒക്കെ സന്മനസ് കാണിച്ചതിന് വേണ്ടിയാ ജെറുസലേമിലെ വിശുദ്ധരിൽ ദരിദ്രരായ, അതായത് ദരിദ്രരെ സഹായിക്കാൻ വേണ്ടി മാത്രമേ ഫസ്റ്റ് സെഞ്ചുറിയിലെ ചർച്ചസിലെ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നോക്ക്, അതായത് ഈ എന്താ പറയുന്നത്, ഈ പൗലോസ് പറയുന്നുണ്ട്, ഭാര്യമാരുള്ളവർ ഭാര്യമാരില്ലാത്തവരെ പോലെയും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവർ കഴിയാത്തവരെ പോലെയൊക്കെ അവിടെ പറയുന്നത് വർത്തമാനകാലത്തെ പ്രസന്റ് കണ്ടീഷൻ എന്താ നമുക്കറിയത്തില്ല. പ്രസന്റ് കണ്ടീഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ ഈ പ്രസന്റ് ഡേ ക്രിസ്ത്യാനിറ്റി കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ചർച്ചിൽ ഫണ്ടില്ലാത്തത്. ബട്ട് അതുകൊണ്ട് നമ്മൾ ഉപയോഗശൂന്യരും അല്ലെങ്കിൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിന്റെ ഉടമകളും ആകാൻ പാടില്ല. സോ ഐ യൂസ് ടു സജസ്റ്റ് ആഴ്ചയുടെ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? എങ്ങോട്ട് മാറ്റി വെക്കണം? അല്ല, അത് എവിടെ? വേർ യു ആർ സ്റ്റോറിങ് ഇറ്റ് അപ്പ്. I suggest you to have a separate account. കാരണം അല്ല, ഇത് എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്, എനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ എന്ന് പറഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി ഒന്നും ചെയ്യില്ല. സോ ഐ സജസ്റ്റ് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ ആസ് എ ഫാമിലി ടു ഹാവ് എ സെപ്പറേറ്റ് അക്കൗണ്ട്. തങ്ങളുടെ കഴിവനുസരിച്ച്, ഇനി തങ്ങളുടെ കഴിവനുസരിച്ച് ഒന്നുമില്ല, നോ പ്രോബ്ലം. സന്മനസ്സായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നോ പ്രോബ്ലം. ബട്ട് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ്, I can guarantee you, Lord will bring to you people who are in need of. That means why people are not coming to you, why you are not finding any people, it's because you do not have a heart to do it. അതുകൊണ്ട് ആരെയും കണ്ടെത്താത്തത്. And if you are willingly, happily, because of your love towards the Lord, ഇത് ചെയ്താൽ definitely I can guarantee you in writing, Lord will bring to you people who are in need of. കാരണം ദരിദ്രർ എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. കർത്താവ് പറഞ്ഞു, ഇല്ല യൂദാസ് അതൊക്കെ ഉണ്ടാക്കി പറഞ്ഞ ദരിദ്രർ എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. കാരണം ഈ ഭൂമിയിൽ ഇക്വാലിറ്റി ഉണ്ടാകത്തില്ല. ഇവിടെ ഉച്ചനീചത്വങ്ങൾ ദൈവം വെച്ചേക്കുന്നതാണ്. എന്തിനു വേണ്ടിയാ? അല്ല, ഇവിടെ ബൈബിളിൽ എഴുതിയേക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് കൺട്രീസ്, ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് ജിയോഗ്രഫി, ഡിഫറെന്റ് ഭാഷകള്, ഡിഫറെന്റ് കൾച്ചേഴ്സ്. എന്തിനാണ്? ഇറ്റ്സ് റിട്ടൺ. എന്തിനാണ്? പറ്റി വായിച്ചിട്ടില്ല? ഇതൊക്കെ വായിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ല. ആക്ട് 17 അതിന്റെ 26 വായിക്കുമ്പോ 25-26 പെട്ടെന്ന് വായിക്കും. അവന് ഒന്നും ആവശ്യമില്ല, ആ നിലയ്ക്ക് അവൻ മനുഷ്യകരങ്ങളെ ശുശ്രൂഷിക്കപ്പെടുന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ജീവനും ശ്വാസവും മറ്റു സകലതും നൽകുന്ന അവൻ തന്നെയാണല്ലോ. ഭൂതലം മുഴുവൻ വസിക്കാൻ അവൻ എല്ലാ ജനപദങ്ങളെയും ഒരുവനിൽ നിന്ന് ഉളവാക്കി അവരുടെ അധിവാസത്തിന് നിശ്ചിത കാലഘട്ടങ്ങളും അതിർത്തികളും നിർണയിച്ചു കൊടുത്തു. അതിനകത്ത് പെട്ടത് ഇതെല്ലാം കാലഘട്ടങ്ങള്, അതിർത്തികൾ, അതായത് അൺഈക്വാലിറ്റി, ബോർഡേഴ്സ്, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാ? മനുഷ്യർ ദൈവത്തെ തപ്പിത്തിരഞ്ഞ് കണ്ടെത്താം എന്ന പ്രതീക്ഷയോടെ അവനെ അന്വേഷിക്കേണ്ടതിനാണ് അവൻ ഇത് ചെയ്തത്. ടോട്ടലി അൺഈക്വാലിറ്റി. ആൾക്കാർ ചോദിക്കും, എന്താ ദൈവം, ഈ ദൈവം ഇങ്ങനെയാണ് ഇക്വാലിറ്റി ഉണ്ടാക്കി? ഒരിടത്ത് സമ്പന്നര്, ഒരിടത്ത് ദരിദ്രര്, ഒരിടത്ത് ആൾക്കാർ പട്ടിണി കിടന്ന് മരിക്കുന്നു, ഒരിടത്ത് കോവിഡ് ബാധിക്കുന്നു, വേറെ ചില രാജ്യത്ത് കോവിഡ് ഇല്ല, അവിടെ ഇതില്ല.
ടോട്ടലി അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നു. അൺടൈംലി ഡെത്ത്, രോഗങ്ങൾ, ആക്സിഡന്റുകൾ, അപകടങ്ങൾ. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ എങ്ങനെയെങ്കിലും മനുഷ്യൻ തപ്പിത്തെറിഞ്ഞ് കണ്ടുപിടിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് കമ്മിങ് ബാക്ക് ടു ഈ 2 Corinthians 8 എടുക്കുമ്പോൾ അപ്പോ ഇതില് മാസിഡോണിയക്കാരും അക്കായക്കാരും അവര് ജെറുസലേമിലെ സഹോദരന്മാരെ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. കണ്ടിട്ടുണ്ടോ? ഇത് ഫാർ അവേ. ബട്ട് അവര് കേട്ടു നമ്മുടെ സഹോദരന്മാർ, കാരണം അവരെല്ലാം ക്രിസ്തു യേശുവിൽ ഒന്നായിരുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി അല്ലല്ലോ അന്നത്തെ ക്രിസ്ത്യാനിറ്റി. ഇന്നും കർത്താവിനെ പിൻപറ്റുന്നവർ അന്നും ഇന്നും എന്നും ഒന്നാ. നോബഡി ക്യാൻ സെപ്പറേറ്റ്. ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എന്നും ഒന്നായിരിക്കും. അപ്പൊ അവര് കേട്ടു ജെറുസലേമിൽ നമ്മുടെ സഹോദരര് ദേ ആർ സഫറിങ്. അവര് ദാരിദ്ര്യം, കഷ്ടം, ബുദ്ധിമുട്ട്. അപ്പൊ അവര് നോക്കിയപ്പോ അവരുടെ പൈസ ഉണ്ടോ? അതൊന്ന് വായിച്ചു, സോണി ഒന്ന് വായിച്ചു, എന്റെ സ്റ്റാർട്ടിങ് ഒന്ന് വായിച്ചു. സഹോദരരെ, മസിഡോണിയയിലെ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച് നിങ്ങൾ അറിയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഷ്ടത എന്ന കഠിന പരീക്ഷയിലും അവരുടെ ആനന്ദ സമൃദ്ധിയും കഠിന ദാരിദ്ര്യവും ഔദാര്യ സമൃദ്ധിയായി കവിഞ്ഞൊഴുകി. തങ്ങളുടെ കഴിവനുസരിച്ചും കഴിവിന് അതീതമായും അവർ നൽകി എന്നതിന് ഞാൻ സാക്ഷി. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൽ തങ്ങളെ പങ്കാളികളാക്കാൻ അവർ സ്വമേധയാ തീക്ഷ്ണതാപൂർവ്വം ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പ്രതീക്ഷിച്ച മട്ടിലല്ല അവർ പെരുമാറിയത്. അവർ ആദ്യം കർത്താവിനും പിന്നെ ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും തങ്ങളെ തന്നെ സമർപ്പിച്ചു. അത് സാധ്യമായതിന്റെ റീസൺ ഇതാ. അവർ ആദ്യമേ അതെ, അവിടെയാണ് ദി സീക്രട്ട്. അവർ ആദ്യം കർത്താവിനും പിന്നെ അപ്പസ്തോലന്മാർക്ക്. നമുക്ക് ഇന്ന് അപ്പസ്തോലിക് വേർഡ്സ് ഉണ്ട്, അപ്പസ്തോലന്മാരുടെ ടീച്ചിങ്സ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് നമ്മൾ പറയോ ഭയങ്കര ദൈവകൃപ കിട്ടി, കൃപയാൽ സുഖമായിട്ടിരിക്കുന്നു, കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇവർക്ക് കിട്ടിയ ദൈവകൃപ എന്തായിരുന്നു? കഷ്ടത എന്ന കഠിന പരീക്ഷയിലും അവരുടെ ഔദാര്യ സമൃദ്ധി കരകവിഞ്ഞൊഴുകി. നമ്മളാണ് എന്ത് പറയും, ഇപ്പോൾ ഒരിടത്ത് ഒരാളെ സഹായിക്കാനുണ്ട്. ഇപ്പം ഒരാവശ്യക്കാരനുണ്ട്. അപ്പോൾ ഞാൻ പറയും ജിജോയുടെ ഒരു പൈസ ഉണ്ട്, ജിജോ ഒന്ന് സഹായിക്കണം ആള്. അല്ലെങ്കിൽ റെജി പറയും ഞാൻ സഹായിക്കേണ്ടത്, ഇപ്പോൾ വളരെ അത്യാവശ്യം സഹായിക്കണം. അവർ പറഞ്ഞ എന്താ, ഞങ്ങളെയും കൂടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. അവരിതിന് ഒഴിഞ്ഞു മാറുമല്ല ചെയ്തത്. കഷ്ടത എന്ന കഠിന പരീക്ഷയിലും അവർക്ക് കിട്ടിയ കൃപ ഇതായിരുന്നു. ദാറ്റ് വാസ് ദി ഗ്രേസ് ദേ റിസീവ്ഡ്. കഷ്ടത എന്ന കഠിന പരീക്ഷയിലും അവരുടെ ഔദാര്യ സമൃദ്ധി കരകവിഞ്ഞൊഴുകി. അവരുടെ ഇല്ലായ്മ നോക്ക്, കഷ്ടത എന്ന കഠിന പരീക്ഷയിൽ അവരുടെ ആനന്ദ സമൃദ്ധിയും കഠിന ദാരിദ്ര്യവും. ഇൻ എക്സ്ട്രീം പവേർട്ടി, കഠിന ദാരിദ്ര്യത്തിലായിരുന്നു. പക്ഷെ അവർ കേട്ടു വേറൊരാൾ സഫർ ചെയ്യുവാണ്. ഞാൻ ഒരാളോട് പണ്ട് ഇങ്ങനെ, നമ്മൾ ദശാംശം ഒന്നും പഠിപ്പിക്കുന്നവരല്ല, അവര് തന്നെ എന്നോട് പറഞ്ഞ ദശാംശം കൊടുക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, അവനവന്റെ കാര്യം നടക്കുന്നില്ല, പിന്നെ ഇനിയിപ്പോ ദശാംശം കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടല്ല, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ അവനവന്റെ കാര്യം നടക്കുന്നില്ല, പിന്നെ ദശാംശം. അപ്പൊ ദശാംശം കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേക്കരുത്. ദശാംശം ഒന്നുമല്ല, നമുക്ക് ഔദാര്യ സമൃദ്ധിയിൽ എന്ത് ചെയ്യണം, കൊടുക്കരുത്. അങ്ങനെ ശുഷ്കിച്ച് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇതില് കഷ്ടത എന്ന കഠിന പരീക്ഷയിലും അവരുടെ ഇതിന്റെ എക്സാമ്പിൾ അബ്രാഹവും റാഹാബും. റാഹാബ് സ്വന്തം ജീവനെ ത്യജിച്ചും ദൈവത്തിന് വേണ്ടി നിന്നു. തനിക്ക് അവനവന്റെ ജീവൻ ഏറ്റവും വലുത്. അതിന് കർത്താവിനോടുള്ള അനുസരണത്തിന് വേണ്ടി ത്യജിക്കാൻ. നമ്മൾ പറയാറില്ലേ, ജീവനേക്കാൾ കൂടുതലായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ആർക്കും ഒരു കൽപ്പനയും ഒരു ബുദ്ധിമുട്ടുമായിട്ട് ഒരിക്കലും തോന്നത്തില്ല. തോന്നുന്നു? ഈ കൽപ്പനകൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ കാരണം കർത്താവിനെ സ്നേഹിക്കാത്തതുകൊണ്ട് മാത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു മനുഷ്യർക്ക് ഇത് ബുദ്ധിമുട്ടാണ്, യോഹന പറഞ്ഞതിനൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ഈ കർത്താവിനെ അനുസരിക്കുന്ന ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ഓൺലി വൺ റീസൺ, ദേ ആർ നോട്ട് ലവിങ് ദി ലോർഡ്. ദേ ആർ ലിവിങ്, അവരെ തന്നെ സ്നേഹിക്കുന്നുണ്ടാവും, മെറ്റീരിയൽ പ്രോപ്പർട്ടി സ്നേഹിക്കുന്നുണ്ടാവും, അവരുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടാവും, വീടിനെ സ്നേഹിക്കുന്നുണ്ടാവും, കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പശുവിനെ സ്നേഹിക്കുന്നുണ്ടാവും. കാരണം ഞാൻ പറയാൻ കാരണം, ഒരാളോട് ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് വരാത്ത എന്താന്ന് ചോദിച്ചു പറഞ്ഞു, ആട് പ്രസവിക്കാറായിട്ട് നിൽക്കുമായിരുന്നു, അതുകൊണ്ടാണ് വരാം. നമ്മളില്ലാത്തപ്പോ എങ്ങനെ ആട് പ്രസവിച്ചാൽ? ആടിനെ പ്രസവിപ്പിക്കുന്ന ആരാ? അറിയാന്നുള്ളതല്ല. ഈ ഗോ ടു Psalm 29. അല്ല, അത് യോബ്. ഈ Psalm 29 പറഞ്ഞിരിക്കുന്ന വേറെ കാര്യം.
വേഴ്സ് 9 കർത്താവിന്റെ അല്ല സോറി എന്ന വേറെ സ്ഥലത്തായിരിക്കും. അവിടെ പ്രസവിപ്പിക്കുമാറാക്കുന്നത് 29 ഒന്ന് വായിച്ച്. കറക്റ്റ്. ഇതിനകത്ത് പറയാം സത്യവ ദിവസത്തില് കറക്റ്റ്. സത്യവ ദിവസം ഒന്ന് വായിക്കാം. അത് വായിക്കണമെന്നില്ല, ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. അടിയിൽ ഫുഡ് നോട്ട് ഉണ്ട്, മാൻപേടകളെ പ്രസവിപ്പിക്കുന്നു. അപ്പൊ കർത്താവിന്റെ സ്വരം നോക്ക്. ഇപ്പൊ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ നമ്മൾ വീട്ടിലില്ലാത്തപ്പോ കള്ളം കയറാൻ ദൈവം അനുവദിക്കോ? മറ്റേ ഫുഡ് നോട്ട് ഉണ്ട്, മാൻപേടകളെ അല്ല. മൈ ക്വസ്റ്റ്യൻ, നമ്മളില്ലാത്തപ്പോ വീട്ടിൽ കള്ളം കയറാൻ കർത്താവ് അനുവദിക്കോ? എന്താ പറയുന്നു? യു ഗോ ടു ജഡ്ജസ് 2. സോണി പെട്ടെന്ന് വരും. 2:11 തുടങ്ങി. കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് ഇസ്രായേൽക്കാർ ചെയ്തു. അവർ ബാലികളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവും ഈജിപ്ത് ദേശത്ത് അവരെ ആനയിച്ചവരുമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. കർത്താവിനെ ആരുപേക്ഷിച്ചു? ഇസ്രായേൽക്കാർ ഉപേക്ഷിച്ചു. ഓക്കെ, ഇസ്രായേൽക്കാരുടെ സ്ഥാനത്ത് നമ്മൾ കേട്ടോ. അവർ തങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന വിജാതിയുടെ അന്യദേവന്മാരിൽപ്പെട്ട ദേവന്മാരുടെ പിന്നാലെ പോയി. ഗീവറിസ് പുണ്യാളൻ, കൊച്ചുദേശ പുണ്യാളത്തി, വേളാങ്കണ്ണി മാതാവ് നമുക്ക് പോയി. ഓക്കെ, അവയെ വണങ്ങി കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച ബാലുകളുടെയും അസ്തറോത്തിനെയും സേവിച്ചു. തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെടുത്തി. അവർ അവരെ കൊള്ളയടിച്ചു. അവൻ അവരെ ചുറ്റുമുള്ള ശത്രുക്കൾക്ക് കീഴ്പ്പെടുത്തി. തന്മൂലം പിന്നീട് ശത്രുക്കളെ ചെറുത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കള്ളം കയറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കള്ളം കയറും. So if you are losing the protection of the Lord, it is open to കള്ളന്റെ attack. നോക്ക്, ദൈവം നോക്ക്, തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെടുത്തി. ഒരു റോളിംഗ് ഷട്ടറിന് പ്രൊട്ടക്ഷൻ തരാൻ പറ്റത്തില്ല, ബട്ട് കർത്താവിന് പ്രൊട്ടക്ഷൻ തരാൻ പറ്റും. ഇഫ് യു ആർ ട്രസ്റ്റിംഗ് ഇൻ ദി റോളിംഗ് ഷട്ടർ, നോക്ക്, ഇതൊക്കെ അതുകൊണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഈ ലോഫുൾ ആൻഡ് ലീഗൽ മര്യാദയായിട്ടുള്ള കാര്യങ്ങളും പ്രൊട്ടക്ഷനും ഒന്നും ചെയ്യേണ്ടെന്നല്ല, ബട്ട് യു ഹാവ് ടു നോ പ്രൊട്ടക്ഷൻ. സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവെങ്കിൽ നിന്ന് മാത്രമേ വരൂ, വേറെ ഒരിടത്തുനിന്നും വരത്തില്ല. അപ്പൊ ഇതില് കഷ്ടത എന്ന കഠിന ദാരിദ്ര്യത്തിലും നമ്മളെ സംബന്ധിച്ച് ഇല്ല, എനിക്ക് കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ നമുക്ക് അതിനുള്ള ഹൃദയം ഇല്ല എന്നുള്ള കാരണം. അപ്പോൾ ഈ രക്ഷ നൽകുന്ന വിശ്വാസമാണ് അതാണ് നമ്മൾ ചിന്തിച്ചത്. ഇങ്ങനെയൊരു വിശ്വാസം നിങ്ങൾ രക്ഷിക്കാൻ പറ്റുമോ? രക്ഷിക്കാൻ പറ്റത്തില്ല. അവിടെ ഈ അബ്രാഹത്തിനെ റാഹാബിനെയൊക്കെ എടുത്തിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് വേറെ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ചത്തതാകുന്നു എന്ന് എന്ത് പറഞ്ഞിട്ടാ പറഞ്ഞത്? ഭൗതിക സമ്പത്ത് ഉണ്ടായിരിക്കെ കൈ അയക്കാത്തവന്റെ വിശ്വാസം രക്ഷിക്കില്ല, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ചത്തതാകുന്നു. എക്സാമ്പിൾ അബ്രാഹം, റാഹാബ്. എന്തിന്റെയാ? അതായത് ഭൗതിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരു മറ്റൊരാളെ സഹായിക്കാനുള്ളതിന്റെ എക്സാമ്പിൾ ഇവര്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഡിയർ ആൻഡ് നിയറിനെ വിട്ടുകൊടുത്തു. മറ്റേ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താ? അതായത് അൺസെൽഫിഷ് ആയിട്ട് കൊടുക്കുന്ന പോയിന്റാ. സെയിം കാര്യം നോക്കി ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇത്തിരി സ്ട്രേഞ്ച് ആണെന്ന് തോന്നും. 2 Corinthians 8 എടുത്ത് നോക്കും. അവിടെ കൊടുപ്പിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ആരുടെ കാര്യം? എക്സാമ്പിൾ നോക്കാതെ പറ. കൊടുപ്പിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ആരുടെ കാര്യം? അതെ, ഉറക്കെ പറ. അതെ, കൊടുക്കുന്നതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ആരുടെ കാര്യ? അതിന്റെ 8 മണി വരും, പെട്ടെന്ന് വരും. ഇതൊരു കൽപ്പനയായിട്ടല്ല ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ തീഷ്ണത ഉന്നയിച്ച് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആത്മാർത്ഥത പരിശോധിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. സമ്പന്നനായിരുന്നെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവന്റെ ദാരിദ്ര്യത്തിലൂടെ നിങ്ങളെ സമ്പന്നനാക്കാൻ വേണ്ടി
അവൻ ദരിദ്രനായി. ഇത്രേ ഉള്ളൂ. അത് ഞാൻ വായിച്ച് മനസ്സിലാക്കാതെ വായിച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ല. അതായത് പ്രൈമറിലി കൊടുപ്പിന് എക്സാമ്പിൾ കർത്താവ്, സമ്പന്നൻ ദരിദ്രനായി കൊടുപ്പിന് എക്സാമ്പിൾ. ഇത് വേറെ ഒന്നുമല്ല, പ്രോസ്പെറിറ്റി പ്രീച്ചേഴ്സ് പറയുന്ന പോലെ അവന്റെ ദാരിദ്ര്യത്തിലൂടെ നമ്മളെ സമ്പന്നനാക്കാൻ എന്ന് പറഞ്ഞ് ഇവിടെ ജെറ്റ് വിമാനം മേടിക്കുന്ന കാര്യമൊന്നും അല്ല ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്ന കൊടുപ്പിന് എക്സാമ്പിൾ ആയിട്ട് കർത്താവിന്റെ കാര്യം, അതായത് സമ്പന്നൻ ദരിദ്രനായി. നമ്മൾ പാടാറില്ലേ, കാലിത്തൊഴുത്തിൽ നിന്ന് പാട്ട് പാടുള്ളൂ, പരമസമ്പന്നീലേറ്റം ദരിദ്രനായി തീർന്ന സുമനസ്. അപ്പൊ ഈ സമ്പന്നൻ ദരിദ്രനായത് കൊടുക്കുന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പൗലോസ് പഠിപ്പിച്ചേക്കുന്നത്. അവിടെ യാക്കോബ് സമ്പന്നൻ കൊടുക്കുന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട്, ഭൗതിക സമ്പത്തുള്ളവൻ കൊടുക്കുന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട് അബ്രാഹത്തെയും റാഹാബിനെയും പറഞ്ഞു. ഇത് വെറുതെ ഒരു ലോജിക്കില്ലാതെ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. നോർമലി ദീസ് ടു ആർ നോട്ട് കണക്റ്റഡ്, ഐ നോ ഇറ്റ്. കാരണം മനുഷ്യന് കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും കണ്ടുപിടിക്കാത്തത്. അല്ലാതെ ഇത് ദൈവവചനം പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടൊന്നുമല്ല, ദൈവവചനത്തിൽ സിമ്പിൾ ട്രൂത്തുകളായത്. കാരണം ഇവിടെ പൗലോസ് പഠിപ്പിച്ചേക്കുന്നതിനെ ആർക്കും ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കൊടുക്കുന്നതിന് എക്സാമ്പിൾ ആയിട്ട് സമ്പന്നനായിട്ടുള്ള കർത്താവ് ദരിദ്രനായ എക്സാമ്പിളാ. ഈ കഷ്ടത എന്ന കഠിന പരീക്ഷയിലും അവർ കൊടുത്തതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പൗലോസ് എഴുതിയേക്കുന്ന എക്സാമ്പിൾ ഇതാണ്. നോബഡി ക്യാൻ ഡിസ്പ്യൂട്ട് ഇറ്റ്. മറ്റത് വേണമെങ്കിൽ ഇത് ഞാൻ കണ്ടുപിടിച്ചാന്ന് വേണമെങ്കിൽ പറഞ്ഞു, നോ പ്രോബ്ലം. ബട്ട് ഇത് പൗലോസ് ഡയറക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്ന കൊടുക്കുന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട് സമ്പന്നനായിട്ടുള്ള കർത്താവ് ദരിദ്രനായതാ കൊടുക്കുന്നതിന്റെ എക്സാമ്പിൾ. അപ്പൊ ഇതില് ഒരു കാര്യം കൂടെ വായിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാം. ഈ സാം 41 പെട്ടെന്ന് വായിച്ചു. ദരിദ്രനെ ഗവനിക്കുന്നവൻ ഭാഗ്യവാൻ, ദുരിത ദിനത്തിൽ കർത്താവ് അയാളെ രക്ഷിക്കുന്നു. അതെയോ, നല്ല ജോലി കിട്ടുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ബൈബിളിൽ എഴുതിയത്. വായിച്ചു. കർത്താവ് അയാളെ സംരക്ഷിക്കുന്നു, ജീവനോടെ നിലനിർത്തുന്നു. ദേശത്ത് അനുഗ്രഹീതൻ എന്ന അയാൾ വിളിക്കപ്പെടുന്നു. റജി വായിച്ചത് കറക്റ്റാ. ദേഹത്ത് അനുഗ്രഹീതൻ എന്ന പിന്നീട് അടിയിലേക്ക് വായിക്കുന്നു. വായിച്ചു. അയാളെ നീ ശത്രുക്കൾക്ക് യഥേഷ്ടം വിട്ടുകൊടുക്കുകയില്ല. കർത്താവ് അയാളെ രോഗശൈലിയിൽ പരിപാലിക്കും. രോഗത്തിൽ നീ അയാൾക്ക് പരിപൂർണ സൗഖ്യം നൽകും. മതി. നോക്ക്, ദരിദ്രനെ ഗവനിക്കുന്നവൻ ഭാഗ്യവാൻ, രോഗത്തിൽ അയാൾക്ക് പരിപൂർണ സൗഖ്യം നൽകും. നോക്ക്, മെനി ടൈംസ് വി ഡോണ്ട് നോ, ഐ ആം നോട്ട് ടെല്ലിങ് ദാറ്റ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് വൺ, ഇറ്റ് ക്യാൻ ബി. നമ്മൾ മൈസർലി ആണെങ്കിൽ, മൈസറാണ്, കൊടുക്കില്ലാത്ത പിശുക്കനാണെങ്കിൽ അതിന്റെ പേരിൽ ചില ക്രോണിക് ഡിസീസ്, ഈ പരിപൂർണ സൗഖ്യം കിട്ടാത്തത് ഈ ബലൂൺ വീർപ്പിക്കുന്ന പോലെ ഒരു സ്ഥലം ഞെക്കുമ്പോൾ അങ്ങേ സ്ഥലം മുഴച്ചു വരും. അപ്പോ പരിപൂർണ സൗഖ്യം ഇറ്റ്സ് റിലേറ്റഡ് ടു യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇറ്റ്. കാരണം ദരിദ്രനെ നമ്മൾ സഹായിക്കുമ്പോൾ ദരിദ്രന്റെ ഹൃദയത്തിലൊരു സന്തോഷം ഉണ്ടാവും. അത് ദൈവഹൃദയത്തിന്റെ സന്തോഷമാണ്. ദരിദ്രൻ നമ്മൾ മുഖാന്തരം ഒരു ദരിദ്രൻ ആവശ്യത്തിലിരിക്കുന്ന ഒരാള് ഹൃദയത്തിൽ സന്തോഷിച്ചാൽ അത് ദൈവഹൃദയത്തിന്റെ സന്തോഷമാണ്, നോ ഡൗട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തില് പ്രവൃത്തി ഉള്ള വിശ്വാസവും പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക സമ്പത്തിനോട് നമുക്കുള്ള ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ആൻഡ് ദാറ്റ് അലോൺ ഈസ് വാട്ട് ഈസ് റിട്ടൺ ബൈ ദി അപ്പോസ്റ്റൽസ്. പ്രാർത്ഥിക്കാം. കർണാസമ്പന്നത്തിനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, സഭയായിട്ട് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ വരുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുന്നുണ്ട്. കർത്താവെ അവിടുത്തെ വചനത്തിൽ പഠിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ കേട്ട വചനങ്ങളൊക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ അവിടുത്തെ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയങ്ങൾ കർത്താവെ ഉദാര മനസ്കരായി കൊടുക്കുന്നതിന് കർത്താവെ അടിയങ്ങളുടെ ഹൃദയത്തെ കർത്താവെ അവിടുന്ന് കർത്താവെ അങ്ങയിലേക്ക് തിരിക്കുവാൻ തക്കണം അവിടുത്തെ ഇടയാക്കണം, സഹായിക്കണം. കർത്താവെ അടിയങ്ങൾ ഒരിക്കലും കർത്താവെ അടിയങ്ങളുടേതായിട്ട് കർത്താവ് ഈ ലോകത്തുള്ളതിനെ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് ലോകത്തിലേക്കുള്ളതിനെ നോക്കിക്കൊണ്ട് കർത്താവെ ജീവിക്കാതെ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് അടിയങ്ങൾ ജീവിക്കാൻ ഉദാരമായിട്ട് കർത്താവെ ദരിദ്രരെ സഹായിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് കർത്താവ് അടിയങ്ങൾ ഉണ്ടാകുവാൻ അവിടെ സഹായിക്കണം. പ്രാർത്ഥന കർത്താവെ അങ്ങയിൽ വളരുവാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണം. വിശുദ്ധി കർത്താവ് വളർന്നു വരുവാൻ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണം. എല്ലാ നന്മകളാൽ അടിയങ്ങൾ നിറയ്ക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. പരമസമ്പന്നൻ